ഹായ് ഗുഡ് മോർണിംഗ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഗിരി. ഇന്നിപ്പോൾ മണ്ണാർക്കാടാണ്. അട്ടപ്പാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. പോണ വഴിയിൽ അട്ടപ്പാടിയായിട്ടുള്ള വിശേഷങ്ങളോട് പങ്കുവയ്ക്കാം. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പതിവ് തെറ്റിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ തുടങ്ങി. മണ്ണാർക്കാട് റോട്ടിൽ നിന്നും ആനക്കട്ടി അഗളി റോട്ടിലോട്ട് യാത്ര തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ കട്ടനടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എത്തിയത് നമ്മുടെ അട്ടപ്പാടിക്ക് പോകാനുള്ള ഒരു ഹോട്ടലാണ്. പല വിധത്തിലുള്ള പലഹാരങ്ങൾ രാവിലെ തന്നെ റെഡിയാണെങ്കിലും ഞാനിന്നും കഴിക്കില്ല. അങ്ങനെ ചുരം കയറാൻ തുടങ്ങി. നല്ല മഞ്ഞായിരുന്നു. യാത്രയിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഞാൻ ദൗത്യം പരാജയപ്പെടാൻ വരാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടൊന്ന് പോയി. അങ്ങനെ ചുരം കയറി മുക്കാലി ചെക്ക് പോസ്റ്റ് എത്തി. ഇതാണ് ഭവാനിപ്പുഴ. കേരളത്തിൽ കിഴക്കോട്ട് വരുന്ന 3 നദികളിൽ നദിയാണത് ഭവാനിപ്പുഴ. ഹായ് ഫ്രണ്ട്സ്, സമയം രാവിലെ 8 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കോട്ടത്തറയിലുള്ള കേരള ഹോട്ടലാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഹോട്ടൽ. അപ്പോൾ കയറി കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ 10 പേരോളം ഹോട്ടലുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പുട്ടും മീൻകറിയായിരുന്നു. ചായ അങ്ങനെ പുട്ടിൻ്റെ ഒഴിച്ച് മീനും കൂട്ടി അങ്ങനെ ഞാൻ മീനിനെ കഴിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. മധുരം കൂട്ടിയുള്ള ചായ എൻ്റെ ഒന്നൊരു വിശ്വാസമാണ്. ആദ്യം അവനെന്നാണ്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ബില്ലും കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. വരുന്ന വഴിക്ക് കുറച്ച് ഏട്ടന്മാരെ കുറച്ച് കണ്ടു. കഴുതയോട് ഈ കഴുത പോയിട്ട് എന്ത് സംസാരിക്കുമെന്ന് നോക്കാം. അയ്യോ വരണ്ട, അവിടെ നിന്നോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ആനക്കട്ടിയാണ്. കേരള തമിഴ്നാട് ബോർഡർ അതിർത്തിയും കൂടിയാണ് ആനക്കട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറേ റിസോർട്ടുകൾ അവൈലബിൾ ആണ്. ഡയറക്ടർ സച്ചി സാറുടെ അയ്യപ്പൻ ഘോഷിൻ ഫിലിം നടന്ന ലൊക്കേഷനും കൂടിയാണത്. ഈ റോഡ് ആനക്കട്ടി ഷോളയൂർ റൂട്ടാണ്. ഇവിടെ വെച്ചാണ് ആ ഫിലിം പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ സെറ്റ് നമുക്ക് കാണിച്ചു തരാം. ഞാൻ എന്ന് വരുമ്പോൾ നോട്ട് ചെയ്യുന്നൊരു ഏർമാടാണ്. പക്ഷെ കയറണം എന്ന് ആഗ്രഹമുണ്ട്, വേണ്ടാന്ന് തോന്നി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് അയ്യപ്പനും ഘോഷിൻ സിനിമയിലെ പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ. ഈ കാണുന്നതാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു റിസോർട്ടാണ് വരാൻ പോകുന്നത്. പെട്ടിക്കൽ വരകമ്പാടി എന്ന് പറയുന്ന ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട്
അപ്പോൾ ഇവിടുത്തെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ അട്ടയുടെ ശല്യം രൂക്ഷമാണ്. അപ്പോൾ ഈ വഴി വരുന്നവരൊന്ന് കരുതിയിരിക്കണം, ഏത് സമയത്തും അട്ടയുടെ കടി കിട്ടാം. അപ്പോൾ നമ്മൾ അട്ടപ്പാടി എത്തിയപ്പോൾ നഞ്ചിയമ്മ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ റോഡിൻ്റെ അടുത്തെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുറച്ചുള്ളിലോട്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതാണ് നെഞ്ചിയമ്മയുടെ വീട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വീട്. നിങ്ങളെല്ലാം ഇറക്കുമ്പോഴേക്ക് എനിക്ക് സുഖമില്ലാതെ എന്താ അല്ലേ? നാട് മക്കളൊക്കെ നെല്ല ഇറക്കണം, നമ്മൾ മാത്രമേ നെല്ല ഇറന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇതായാൽ നിങ്ങളും നെല്ല ഇറക്കണം, അപ്പല്ലേ ഞാൻ. അങ്ങനെ നെഞ്ചിയമ്മയോടൊപ്പം ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ നെഞ്ചിയമ്മയോട് യാത്ര പറഞ്ഞു. ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഒരു കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ചുരം ഇറങ്ങാറായി.